നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാകണം. പൂവാവു മാറുവാൻ നാമം ജപിക്കണം, നല്ലവനാകേണം. താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. ദേവൂട്ടി പോകുന്ന തലേ ദിവസത്തെ വീഡിയോ ആട്ടോ ഇത്. തലേ ദിവസം ഞങ്ങൾ വടകര പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ അധികം യാത്ര ചെയ്യാൻ പറ്റൂല. ഞാൻ പക്ഷേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ മോക്ക് ആരും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൂടെ പോയതാട്ടോ. ഞാൻ കാറിൽ പോയി മെല്ലനെ അവിടെ ഇറങ്ങി. ഓളും ഏട്ടൻ്റെ മോളെയും കൂടിയും കൂട്ടിയിട്ടാണ് പോയത്. ഓല് രണ്ടാളും കൂടി ആട്ടോ മടക്കി വെച്ച് എല്ലാം എടുത്തൊക്കെ വെച്ചത്. എനിക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മളെ അമ്മ കൂടെ നിൽക്കേണ്ടയും കൂടെ പോകേണ്ട ഒന്നും സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു വിധി, അല്ലാണ്ട് എന്ത് പറയാനാ. അപ്പോൾ മക്കൾക്കാണെങ്കിൽ അതിൽ സങ്കടം. ഓരെ പെങ്ങളെ വീട്ടിലാക്കിയിട്ട് ആണ് ഞങ്ങൾ തിരിച്ച് വന്നത്. കാരണം സരീഷേട്ടന് പിറ്റേന്ന് മംഗലാപുരത്ത് ദേവുവിനെയും കൊണ്ട് പോകണം കേട്ടോ. എന്തായാലും എന്താ പറയുക, എവിടെ വെച്ചിട്ടും എന്തിനും ഏതിനും ഒക്കെ കൂടെ പോയതായിരുന്നു ഞാൻ. പക്ഷേ എന്നെ ഈ ടൈമിൽ എന്തോ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഈ പോണ്ട, അച്ഛൻ പോയാൽ മതിയെന്ന്. അപ്പോൾ ഒക്കെ എന്തിനും താങ്ങും തണലായിട്ട് നിൽക്കുന്ന അച്ഛൻ തന്നെയാണ് കൂടെ പോകുന്നത്. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. വലത്തെ കൈയൊക്കെ ആയതിനെ കൊണ്ട് തന്നെ പിറ്റേന്ന് പുലർച്ചെ എണീച്ചിട്ടുണ്ട്. രാവിലെ 3:45 ട്രെയിന്. കൂടെ എൻ്റെ ഏട്ടനും പോയിട്ടുണ്ട്, പ്രസാദേട്ടനും കൂടെ പോയിട്ടുണ്ട്. സരീഷേട്ടനും പ്രസാദേട്ടനും കൂടിയാണ് പോകുന്നത്. പ്രസാദേട്ടൻ ലീവിന് വന്നത് നന്നായി, കാരണം സരീഷേട്ടനൊരു കൂട്ടായല്ലോ. ഇല്ലേ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ദേവു ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ പല സമയത്തും എൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. കഷ്ടപ്പാടിൻ്റെ അങ്ങേ തലയിലെത്തി ഇനി എന്ത് ചെയ്യുമെന്നും വിചാരിച്ചിട്ട് രണ്ടുപേരും നോക്കി നിന്ന് പോയ ഒരുപാട് സമയങ്ങളുണ്ട് കേട്ടോ ഞങ്ങളെ ജീവിതത്തിൽ. സതീഷേട്ടൻ വരുന്ന മുന്നേ ഉള്ള കാര്യം കേട്ടോ പറയുന്നത്. എന്ത് ചെയ്യും അമ്മ, എങ്ങോട്ട് പോകും എന്നൊക്കെ നോക്കി അത്രയും പെരുവഴിയിലായി എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിയ സമയമുണ്ട്. പിന്നെ അവളെ ജീവിതത്തിൽ ഒന്നും അല്ലാണ്ടായിപ്പോയ സമയത്ത് എനിക്ക് ഞങ്ങളെ കൂടെ നിന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഇന്ന് ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഓള് പോകുന്നത്. അതേപോലെ തന്നെ ഓളെ വലിച്ചെറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ നമ്മളൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ ഒക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ആ അനുഭവങ്ങളൊക്കെ വിജയത്തിലേക്കുള്ളൊരു പാഠമായി മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുക. ഇപ്പം കൂടെ നിൽക്കുന്ന ഓളെ അച്ഛനോളം വരൂല ഞങ്ങൾക്ക് വേറെ ഒന്നും കേട്ടോ. ഇപ്പോൾ ഓളെ താങ്ങും തണലും ഈ അച്ഛനാണ്. ഓളെ രണ്ട് കൈയും കൂട്ടി കെട്ടിപ്പിടിക്കാൻ പോലും പോകുമ്പം പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക്. പക്ഷേ ഓളെ അച്ഛൻ എല്ലാത്തിനും അച്ഛനായിട്ടും അമ്മയായിട്ടും കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ദേവുവിനെ സംബന്ധിച്ച് ദേവുവിന് കിട്ടിയ ഒരു ഭാഗ്യമാണ് കേട്ടോ ഓളെ ഈ അച്ഛൻ. മംഗലാപുരം ഇന്ത്യാന കോളേജ് ഓഫ് നേഴ്സിങ്ങിലാട്ടോ ദേവ് പഠിക്കുന്നത്. അത് ഹാർട്ടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലും കൂടിയാട്ടോ. അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പം ഭയങ്കര സങ്കടമായിരുന്നു സതീഷേട്ടൻ പറയുന്നിട്ടുണ്ട്. എന്തായാലും ഇവള് നന്നായി വരട്ടെ എന്ന് നിങ്ങളെ പ്രാർത്ഥന വേണം കേട്ടോ. അങ്ങനെ നമ്മളെ ദേവ് പോയിട്ടോ. എന്താ പറയാ, എല്ലാം കൂടി ഒരു ജഗപോഗിയായിരുന്നു അറിയാലോ. കയ്യിൻ്റെ വിഗല് പിന്നെ ഇപ്പോൾ കല്യാണമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടിയാന്നോളെ പോക്ക്. എനിക്കിട്ട് കൂടെ പോവാനും പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം അല്ലേ? അതെ, എല്ലാവരും കൂടി ഒന്നിച്ച്
പോവാന്നൊക്കെ പോവുക. കാരണം എന്ന് വെച്ചാല് ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പേരൻസ് അച്ഛനും അമ്മയും അതെ, രണ്ടാളും വേണമെന്നുള്ളായിരുന്നു. അവിടെ പോയാലും തന്നെ അതിന്റെ ഒരു ഫീലിംഗ് ശരിക്കും ദേവുവിനും ഉണ്ടായിരുന്നു. ദേവു എന്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ കുത്തിരുന്നതാ. വിട്ടിക്കില്ല ഐശ്വറിനെ പിടിച്ചു വെച്ചാൽ ഓക്കെ എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര വിഷമം അറിയില്ല, നമ്മളാളെ എടുത്താണല്ലോ. അപ്പോൾ ഓളൊറ്റയ്ക്കാകുന്ന സമയത്ത് ഒക്കെ ഭയങ്കര ഫീലിങ്സ്. ഇന്നലെയൊക്കെ വിളിച്ച സമയത്തും ഭയങ്കര വിഷമവും കാര്യമൊക്കെ തന്നെയാണ്. ഇനിയിപ്പം കല്യാണത്തിന് വരും എന്നുള്ളതുകൊണ്ട് ലീവ് ഉണ്ട്, കുറച്ച് 2-3 ദിവസം ലീവ് ഉണ്ട്. ദീപാവലിന്റെ ലീവ് വരുന്നുണ്ട്, അപ്പം വരും. ഇനിയിപ്പോ ഓളെ ഒരു മിസ്സിങ് അറിയണമെങ്കിൽ ഞാള് വടകരയ്ക്ക് പോകണം. വടകര വെക്കുന്ന സമയത്താണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരും ഞാൻ അറിഞ്ഞിട്ടില്ല അവള് പോയതെന്ന് അറിയണം. കഴിഞ്ഞ ദിവസം തന്നെ കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് എപ്പോഴാ അമ്മ നമ്മളെല്ലാരും കൂടി ഇനിയിപ്പോ നമ്മൾ 5 ആള് വീട്ടിലിരുന്നിട്ട് എത്ര ദിവസമായി. കാരണം ഞാന് പൊട്ടിയതോടുകൂടി സകലതും മറിഞ്ഞ് ഞാനിങ്ങാടിയാവും, കുഞ്ഞുങ്ങളങ്ങാടിക്ക് അവിടെയാവും, പിന്നെ ഇവിടെയാവും. ദേവ് പോയി. ഇനിയിപ്പോ ഞാൾ ഇങ്ങനെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിൽക്കണമെങ്കിൽ ഒരു ഡിസംബറൊക്കെ ആണ്ടിരുന്നു. അപ്പോൾ ഇതിപ്പം എല്ലാവരോടും അതുകൂടി പറയാ. ഇപ്പോൾ സർജറിൻ്റെത് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ 2 ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ കാണിച്ച സമയത്ത് ഇനിയും 3 ആഴ്ച അല്ലേ, 3 ആഴ്ച കൂടി ഇങ്ങനെ തന്നെ ഇളക്കാണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് വലിയ എന്താ പറയാ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. അതായത് അവിടുന്ന് പൊട്ടിയതിനെ മാറിയിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ ഉഷാറാക്കണ്ട എന്നും കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ലെവലിൽ തന്നെ അങ്ങോട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. 3 ആഴ്ച കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയക്കാൻ പറയായിരിക്കും. പറഞ്ഞില്ലേ എഴുതൂല, ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വേദന ഉണ്ട്, ചെറുതായിട്ടില്ല, വേദനയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ പോള് പോയതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പം ആടെത്തിപ്പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടാമതും ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ ഉണ്ട്. 23-22 കല്യാണം. അത് ശരിയാ. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ദൈവം ഒന്നാമത്തെ വീട്ടില് ഒരു കാര്യമൊക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടില് ഡ്രസ്സൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട്. എന്റെ ദൈവമേ, അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നിപ്പോയി എനിക്ക്. പോയിട്ട് ഉള്ളിലേക്ക് പോയ സമയത്ത് ദൈവം സ്ഥിരം സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭയങ്കര മൂപ്പര പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. കുഞ്ഞോസ് ഇത് ഇപ്പുറത്തും ദൈവം ഇപ്പുറത്തും കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ആടെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിഷമം. പിന്നെ ഇനിയിപ്പം പക്ഷെ മുകളിലും ആളുണ്ടാവില്ല, ചുറ്റുവട്ടത്തും ആരും ഉണ്ടാവില്ല. അറിഞ്ഞൂടാ ഇനി എന്തൊക്കെയാ എങ്ങനെയൊക്കെ അതൊക്കെ കുറച്ച് ദിവസം പിന്നെ കല്യാണം അതിന്റെ തിരക്കും കാര്യമൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാകുന്ന നേരം ഓളെ മിസ്സിങ് എല്ലാം കുറെ ഉണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓളാണ് സൗണ്ടിന്റെ ഒക്കെ ആളല്ലേ സാർ. അതെ, ഭയങ്കര ഒച്ചപ്പാട്. കുഞ്ഞുവിന്റെ സിദ്ധൊക്കെ ഒരു എനർജി ഓളാ. ഇല്ലേ ഓല ഉണ്ടാവും സൈലന്റ് ആയിരിക്കും. കുഞ്ഞുവിന് ആരും ഇല്ല, കമ്പനി ഒന്നും ഇല്ലാത്തപ്പോ വർത്താനൊക്കെ പറയും. കുഞ്ഞുമാണ് ഇപ്പൊ ഒന്ന് സൈലന്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പോണം. 4 കൊല്ലം ഇങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോകും. ദേവ് വരുമ്പോഴത്തേക്ക് കുഞ്ഞു പോവും, കുഞ്ഞു വരുമ്പോഴത്തേക്ക് സിദ്ധു പോവും അല്ലേ, എല്ലാവരും വലുതായി പോവും. പിന്നെ എന്താ ഞാൻ ഏറ്റവും ഇപ്പൊ പെട്ടത്, ഞാൻ എവിടെ പോകുമ്പോൾ ഓളയും തട്ടി, സൈഷറിന് ഇല്ലാത്തടത്തൊക്കെ ഓളയും തട്ടിയാ പോവുക. ബസ്സിലൊക്കെ കയറിയാൽ ടിക്കറ്റ് കൊടുക്കുക 30 രൂപ, പിന്നെ വെള്ളം എനിക്ക് വെള്ളം വാങ്ങി തരിക. അങ്ങനെ അത്രേ എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ടുമാണ്, എൻ്റെ അമ്മയാവും അല്ലേ. ഇടയ്ക്ക് ഞാളെ 2 ആളെ അമ്മയാലുണ്ട്. ഇവരോട് പറയുന്നേക്കാം, വെള്ളമൊന്നും കുടിക്കാണ്ട് കല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാവും കൊണ്ടുപോകെ, ഇങ്ങനെ 2 ആളും കൂടി കാര്യം എൻ്റെ അടുത്താ വരിക എന്നൊക്കെ പറയും. അപ്പോൾ അവരൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഒക്കെ ശരിയാവും. അപ്പോൾ എല്ലാവരെയും എന്താ പറയാ, എല്ലാവരുടെ പ്രാർത്ഥനയും അവർക്ക് വേണം. പിന്നെ അത് മാത്രമല്ല, ഇനി ബാക്കിയുള്ള കുറച്ച് ദിവസം എൻ്റെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. ഇത് നോക്കലും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും എല്ലാ പറ്റാവുന്നിടത്തോളം നമ്മളങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുവാ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. എല്ലാത്തിനും പറഞ്ഞ പോലെ വിധീനെ തോൽപ്പിക്കാണ്ട് അങ്ങോട്ട് പോവുക അല്ലേ. ആരെയും വിചാരിക്കും ഒക്കെ പൊട്ടിയതായി അത്. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ഇതെല്ലാം ഈ സമയമൊക്കെ ഇങ്ങനെ കടന്നു പോകും. അതെ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കല്യാണ വിശേഷങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.